ഇൻസ്റ്റയില് പയ്യന്മാരെ ശ്രദ്ധിച്ചു നോക്ക്. അവന്മാര് കഷ്ടപ്പെട്ട് ഈ ഡ്യൂക്കും ഈ എനിക്കൊന്നൊരു ഡ്യൂക്ക് സെറ്റ് ആയിട്ടുണ്ട്. നീ ഇന്ന് നോക്കിക്കോ. 2:30ക്കും 2:35 ഇടയ്ക്ക് ഒരു കിഡിലൊരു റീല് വരും. നീ എന്റെ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യുന്നു. വരും. ഇതല്ലേ നീ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് പറഞ്ഞോട്ടെ, ഇതുവരെ ഒരു പോസ്റ്റ് റീലോ ഒന്നും കണ്ടില്ലല്ലോടാ. നീ നോക്കിക്കോ കുറച്ചിട്ടോ. ആളിയ നീ ഇങ്ങനെ കാണിക്കാൻ ഞാൻ വിചാരിച്ചില്ല. നീയെങ്കിലും എനിക്ക് വണ്ടി തരുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ നീ എന്നെ തേച്ചല്ല ആളിയ. എന്താ നിനക്ക് പൊടിയാടേ? ഇങ്ങ് വാ ഇങ്ങനെയൊക്കെ തന്നെ ആവുമെന്ന് അറിയാം. നിങ്ങൾ വാ മക്കളും വാടാ. എടാ ലൈഫ് എന്ന് വെച്ചാല് ഇങ്ങനെയാണ്. എനിക്കറിയായിരുന്നു ഇങ്ങനെ പറ്റുള്ളൂ. നീ കുറെ ഡയലോഗ് അടിച്ചിട്ട് പോയല്ല. അളി ഇല്ലാത്തവന് ഈ സത്യം ഈ ലോകത്ത് വില ഇല്ലടാ. ഇവർക്കൊന്ന് വെച്ച് ഞാൻ പറയാം, നമ്മളിപ്പോ കഷ്ടപ്പെട്ട് ഇൻസ്റ്റയിലെ പയ്യന്മാരെ ഇൻസ്റ്റയിലെ പയ്യന്മാരെ ശ്രദ്ധിച്ചു നോക്ക്. അവന്മാര് കഷ്ടപ്പെട്ട് ഈ ഡ്യൂക്കും ഈ RCയും NS ഒക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് പയ്യന്മാർ ഇങ്ങനെ സെറ്റ് ആക്കി വെച്ച് ഇങ്ങനെ വീഡിയോ ഇടാൻ വേണ്ടി ഇങ്ങനെ പക്കയൊക്കെ ചെയ്യും. ഐഫോൺ ഒരു പയ്യനെ വീട്ടിൽ പോയി എടുത്ത് അവനും തിന്നാൻ വാങ്ങിച്ചു കൊടുത്ത് ഈ വണ്ടി എടുത്തോണ്ട് പറഞ്ഞാൽ അവന് പെട്രോളും അടിച്ച് എടുത്തോണ്ട് വരാന്ന് വിചാരിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെക്കും. അപ്പം വണ്ടിയുള്ളവൻ എടാ ഞാൻ ഇപ്പൊ തിരുവല്ല കഴിഞ്ഞായിരുന്നു കേട്ടോ. ഇത് പറയുമ്പോ അവന്റെ ചങ്ക് തകരണ ആ ഒരു ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്നത്. ഇതെല്ലാം പോട്ട് ഇവന്മാരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു 5 വർഷം വരെ ഇവന്മാരെ വായിക്കുന്നവരായിട്ട് ഫിനാൻസിൽ വണ്ടി ഇറങ്ങും. കറക്റ്റ് 1 വർഷം അതിനകത്ത് വെച്ചാൽ വണ്ടി ആ ഫിനാൻസിൽ എടുത്തോണ്ടങ്ങ് പോകും. അല്ലെങ്കിൽ ലൈഫ് എന്ന് വെച്ചാൽ ഇതാണ്. നീ വിഷമിച്ചിട്ട് കാര്യമില്ല. എന്നെങ്കിൽ നല്ല ജോലിക്ക് പോകുക, റെഡി ക്യാഷിന് ഒരു വണ്ടി എടുക്കുക, തൊര വീഡിയോ ഇടുക. നോക്ക് ബ്രോ, തൊര വീഡിയോ ഇടുക. മനസ്സിലായ? ശരി വാ പോവാ. ഇല്ലാത്തതിനോർത്ത് ചുമ്മാ ദുഃഖിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഒന്ന് കഷ്ടപ്പെട്ട് നമ്മൾ ആ സ്വപ്നത്തിലോട്ട് എത്തുന്നത്.